ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റെസിപ്പിയിലോട്ട് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ അതിനായിട്ട് 1 kg ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണോളം ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടിയും 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കളറിനാണ് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ടെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി 15 മിനിറ്റോളം മാറ്റി വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് വരാനായിട്ടാണ്. ഇനി സാധാരണയായിട്ട് നിങ്ങൾ ബീഫ് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതനുസരിച്ച് കുക്കറിലായാലും പാത്രത്തിലായാലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഓയിൽ കൂടി ഒഴിച്ച് നല്ലോണം മിക്സാക്കിയ ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് വെള്ളവും വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിലെ മസാലകളൊക്കെ ബീഫിൽ നല്ലോണം കവർ ചെയ്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല കൂടി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു 15ഓളം ചെറിയ ഉള്ളിയുമാണ്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ആദ്യം. ഇതൊന്ന് നല്ലോണം കുക്കാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കണം. ഇനി ഈ ബീഫിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. വീട്ടിൽ തയ്യാറാക്കുന്ന ഗരം മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ ബീഫിലെ വെള്ളമൊക്കെ ഒരുവിധം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടി ബീഫിന് ടേസ്റ്റ് കൂടുതലാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ബീഫ് സവോളയൊന്നും ഇടാത്തത് കൊണ്ട് ഈ തക്കാളിയുടെയും ചെറിയുള്ളിയുടെയും മിക്സ് ഇടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ബീഫിൽ മസാലയൊക്കെ പുരണ്ട് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ബീഫ് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുതലേ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബീഫ് തയ്യാറാക്കാൻ ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് കവറായിട്ടുള്ളൊരു ബീഫാണ്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും ഉപ്പൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണിത്. ഈ രീതിയിൽ ഇതുവരേക്കും ബീഫ് തയ്യാറാക്കാത്തവരാണെങ്കിൽ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.